ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ ഇന്ന് ഒരാട്ടിടയൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു നാട്ടിൽ സ്നേഹമുള്ള ഒരാട്ടിടയൻ ഉണ്ടായിരുന്നു. അവന് നല്ല ചന്തമുള്ള 100 ആടുകൾ ഉണ്ടായിരുന്നു. ആട്ടിടയൻ തൻ്റെ ആടുകളെ സ്വന്തം ജീവനേക്കാളധികം സ്നേഹിച്ചിരുന്നു. എന്നും പ്രഭാതത്തിൽ അവരെ പച്ച പുൽമേടുകളിൽ തീറ്റുവാൻ കൊണ്ടുപോകുമായിരുന്നു. അവർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ തെളിഞ്ഞ ജലാശയവും കാണിച്ചു കൊടുത്തിരുന്നു. എല്ലാ ജോലിയും ചെയ്ത് തീർത്ത ശേഷം ഇടയൻ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് മറക്കാതെ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ കൊണ്ടുപോകുന്ന 100 ആടുകളും തിരിച്ചു വന്നിട്ടുണ്ടോ, അവയിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ 1, 2, 3 എന്നിങ്ങനെ എണ്ണി നോക്കും. ഒരു ദിവസം പതിവ് പോലെ ഇടയൻ എണ്ണാൻ തുടങ്ങി. 98, 99. ഇല്ല, 100ാമത്തെ ആടിനെ കാണുന്നില്ല. ഒരു പക്ഷെ എണ്ണം തെറ്റിയതാകുമെന്ന് കരുതി ഒന്നും കൂടി എണ്ണി. 1, 2, 3, 98, 99. ഇല്ല, ഒരാടിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഇടയൻ വേദനയോടെ മനസ്സിലാക്കി. ഇടയൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാണാതെ പോയ ആട്ടിൻകുട്ടി ഏതാണെന്ന് അറിയാമോ? മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുസൃതി കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറിപ്പോയില്ലേ, ആ ആട്ടിൻകുട്ടിയെ തന്നെയാ കാണാതെ പോയത്. ഇടയൻ കുസൃതിക്കുട്ടി അന്വേഷിച്ച് പുറപ്പെട്ടു. കുസൃതിക്കുട്ടി, നീ എവിടെയാ എന്ന് പേര് വിളിച്ച കാട്ടിലെല്ലാം അലഞ്ഞു. പെട്ടെന്നാണ് ഇടയൻ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ടത്. അവൻ ഓടിച്ചെന്ന് അതിനെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ വന്നില്ലേ എന്ന് പറഞ്ഞ് അതിനെ താഴെ വയ്ക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ കഥയിലെ ഇടയൻ ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഈശോ തന്നെയാണ്. വഴിതെറ്റിപ്പോയ ആട് നമ്മളിതുപോലെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം. അങ്ങനെ നല്ല മക്കളായാൽ കുഞ്ഞാടിനെ പോലെ വിഷമിക്കേണ്ടി വരില്ല. നമ്മെ ഓർത്ത് ആർക്കും വിഷമിക്കേണ്ടിയും വരില്ല. നന്ദി.